ഫേവറേറ്റ് സെഗ്മെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ദൈവമേ കൈതൊഴാമിലേക്ക്. മതസൗഹാർദ്ദത്തിന്റെ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന ദേവാലയമാണ് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ ദേവാലയത്തിന് 153 വർഷത്തെ കഥ പറയാനുണ്ട്. പട്ടാളക്കാരായ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെ ദേവാലയത്തിൽ നിന്നും സാധാരണക്കാരുടെ കൂടി അത്താണിയായി മാറിയതിന്റെ കഥ. വളരെ യാദൃശ്ചികമായിട്ടാണ് പാളയത്ത് ഒരു ഹിന്ദു ക്ഷേത്രവും ക്രൈസ്തവ ദേവാലയവും ഇസ്ലാം ആരാധനാലയവും വന്നത്. പലരും കരുതുന്നത് പോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ല. പാളയം എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പട്ടാളപ്പാളയമാണ്. അവിടെ പട്ടാളക്കാരുടെ പാളയം വേണമെന്ന് തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞ് പാളയത്തായിരുന്നു പ്രധാനമായ പരേഡ് ഗ്രൗണ്ടുകൾ. പട്ടാളക്കാർക്ക് അവധി ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയങ്ങൾ വേണം. അപ്പം അങ്ങനെ വന്നതാണ് ഈ പള്ളിയും മുസ്ലിം ആരാധനാലയവും ക്രൈസ്തവ ദേവാലയവും. പാളയത്തെ 3 ദേവാലയങ്ങളും ഒരേ കാലയളവിലാണ് നിർമ്മിക്കുന്നത്. ആദ്യം ഗണപതി കോവിൽ, പിന്നീട് മുസ്ലിം കുതിര പട്ടാളക്കാർക്കായി ജുമാ മസ്ജിദ്. വൈകാതെ തലസ്ഥാനത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ മേറ്റിയർ മെമ്മോറിയൽ ചർച്ച് നിലവിൽ വന്നു. പ്രൊട്ടസ്റ്റന്റുകാർക്ക് വേണ്ടിയുള്ള ഈ ദേവാലയത്തിൽ യൂറോപ്യൻ ഓഫീസർമാരാണ് പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നത്. അക്കാലത്ത് ലത്തീൻ സഭയിലെ സാധാരണക്കാർക്കായി തീരപ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ദേവാലയങ്ങൾ ഉണ്ടായിരുന്നത്. ആയില്യം തിരുനാൾ രാമോർമ്മയുടെ കാലത്ത് 1873 പാളയം സെന്റ് ജോസഫ് ചർച്ച് വരുന്നത്. ആ ചർച്ച് കുരിശാകൃതിയിലാണ് അതിൻ്റെ വാസ്തുശില്പം സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ കൗതുകകരമായതുകൊണ്ട് പറയട്ടെ, തിരുവനന്തപുരത്തെ മെയിൻ റോഡിനോട് ചേർന്ന് 3 പള്ളികൾ ഉണ്ട്. അതിലൊന്ന് പാളയം സെന്റ് ജോസഫ് ചർച്ച്, മറ്റൊന്ന് മേറ്റിയർ മെമ്മോറിയൽ ചർച്ച്. ഇനി മൂന്നാമതായിട്ട് വന്ന പള്ളി എന്ന് പറയുന്നത് LMS ചർച്ച്, മ്യൂസിയത്തിനടുത്തായിട്ടുള്ളത്. ഈ 3ൻ്റെയും വാസ്തുശില്പം 3 തരത്തിലാണ്. പാളയം സെന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഗോത്തിക് മാതൃകയിലാണ്. ഇഷ്ടികകൾ കാണിച്ചുകൊണ്ടായിരുന്നു ദേവാലയത്തിന്റെ ആദ്യ നിർമ്മാണം. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിർമ്മിച്ചതിനാൽ സൂര്യപ്രകാശം നേരിട്ട് അൾത്താരയിലേക്കെത്തും. 1930കളിലാണ് മണിഗോപുരവും കൈകൾ ഉയർത്തിയ യേശുക്രിസ്തുവിന്റെ രൂപവും സ്ഥാപിക്കുന്നത്. നാട്ടുകാരുടെ ദേവാലയം വലുതാകരുതെന്ന ബ്രിട്ടീഷുകാരുടെ ബോധ്യമായിരുന്നു ഈ നിർമ്മിതിക്കുള്ള ആദ്യകാല വെല്ലുവിളി. പക്ഷേ പിന്നീട് അങ്ങോട്ട് ജ്ഞാനാലോക മതസ്ഥരുടെ പ്രതീക്ഷയായും നഗരത്തിന്റെ മുഖമുദ്രയായും ഇത് മാറി. ക്യാമറമാൻ ചന്തു പ്രവതിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.